പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ, സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് ഈശോയുടെ മുന്നിലായിരിക്കാം. നമ്മെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിൽ ബലമേൽപ്പിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇനിയുള്ള ജീവിതത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാതാവിൻ്റെ പിറവി തിരുനാളിനൊരുക്കമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗീയ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മക്കളായ നമുക്ക് അതിൽ സന്തോഷിക്കാം. സ്വർഗത്തിലിരുന്ന് അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ മകൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയുടെ സംരക്ഷണം ഒന്നു മാത്രമാണ് ഈ നിമിഷം വരെ നമ്മെ താങ്ങി നിർത്തിയിട്ടുള്ളത്. പല വിധത്തിലുള്ള അപകടങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഞങ്ങളെ താങ്ങി നിർത്തിയത് ആ അമ്മയുടെ വലിയ സംരക്ഷണമാണ്. അറിഞ്ഞു അറിയാതൊക്കെയും പാപങ്ങൾ ചെയ്ത് തമ്പുരാനിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതും ആ അമ്മ തന്നെയാണ്. ഈ സമയം ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് യഥാർത്ഥ അനുതാപത്തോടെ ഈ നിമിഷമായിരിക്കുകയാണ്. അനുതപിക്കുന്ന പാപിയെ കൈവിടാതെ ഇരിക്കുന്ന പൊന്നു തമ്പുരാനാണ് അവിടുന്ന്. പാപ സാഹചര്യങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് വിശുദ്ധരായിട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. പരിശുദ്ധ അമ്മേ, എപ്പോഴും ദൈവത്തിനു മുമ്പിൽ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ശാന്തമായിട്ട് ഈശോയുടെ മുന്നിൽ നമുക്കായിരിക്കാം. നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി മുറിവേറ്റവനാണ് ഈശോ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈശോ. മകനെ, മകളെ, നിന്റെ പാപമാണ് ഈശോ വഹിച്ചത്. നമ്മുടെ പാപമാണ് ഈശോ വഹിച്ചത്. ഗാഗുൽത്താ മലയിലേക്ക് കുരിശ് വഹിച്ചുകൊണ്ടുള്ള ഈശോയുടെ യാത്ര, അത് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറവുകളെ നികത്തുവാനുള്ള യാത്രയായിരുന്നു. മകനെ, മകളെ, നമ്മളിന്ന് ഈ സമയത്തായിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ സ്വജീവനെ തന്നെ അർപ്പിച്ചുകൊണ്ടാണ്. നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം സ്വീകരിച്ചവൻ, മൂന്നാണികളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ, ഇതാ നമ്മുടെ മുമ്പിൽ.
കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ഈശോ ഇതാ ഗോപുരത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്തുതിക്കാം, ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ എല്ലാ ആകുലതകളെയും നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ആ കുരിശോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. നമുക്ക് വേണ്ടി മുറിവേറ്റ, നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച ആ ഈശോയെ നമുക്ക് ആരാധിക്കാം. പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ അർപ്പിച്ചവൻ ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ പാപങ്ങളെ കുരിശോളം വഹിച്ച നല്ല ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈ ഒരു ജന്മം തന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവിടുത്തേക്ക് നന്ദി പറയാം, അവിടുത്തെ സ്നേഹിക്കാം, ആരാധിക്കാം. ും
ഞങ്ങളുടെ സർവസ്വവും ഈശോയെ നിന്നിലേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാം ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സബ്സോണിനെ മുഴുവനായും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഈശോയെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് കാൽവരിയിൽ ചിന്തിയ രക്തം കൊണ്ട്, ആ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് ചിന്തിയ ആ രക്തവും വെള്ളവും ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തക്കടലിൽ ഞങ്ങളെ മുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സൗഖ്യദായകനായ നല്ല ഈശോയെ, ആണിപ്പഴുതുകളുള്ള അങ്ങയുടെ കരം നീട്ടി അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ അമ്മയായ ഈശോ നമുക്ക് സമ്മാനമായി തന്ന പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എല്ലാം സമർപ്പിക്കാം. അമ്മേ മാതാവേ, കണ്ണീരോടുകൂടെ വിലാപത്തോടുകൂടെ അമ്മയിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഞങ്ങളെ പോരായ്മകളെയും ഞങ്ങളുടെ കുറവുകളെയും പരിശുദ്ധമ്മ വഴി ഈശോയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ സങ്കടം കണ്ട പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ കുറവുകളെ ഈശോയിലേക്ക് സമർപ്പിക്കണമേ. പരിശുദ്ധമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് മാലാഖന്മാരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ, അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടായിരിക്കണമേ. കനലിൻ ചൂടേ
ലാളനങ്ങൾക്കായി ഞാൻ നിനക്കേകുന്ന ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂടേറ്റ് ഒഴിയുന്ന കണ്ണുനീരെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. 53 മണി ജപമാല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരെ പേടിച്ച് വിറച്ചിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഈശോ തന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. പരിശുദ്ധമ്മയും സ്ലീഹന്മാരും പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ആ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരെ ധൈര്യപ്പെടുത്തി. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സ്ലീഹന്മാരെ ലോകം മുഴുവനും ഈശോയ്ക്ക് സാക്ഷികളായി മാറി. അവരുടെ ഭയവും പേടിയുമെല്ലാം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പൂർണ്ണമായും എടുത്തു മാറ്റി. ഈശോയെ, അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈശോയെ, അങ്ങ് സ്ലീഹന്മാരിലേക്ക് അയച്ച അതേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങളൊപ്പമായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിനെ ദാഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലെ, നമ്മുടെ ഭവനങ്ങളിലെ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഓ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അലിഞ്ഞു നിന്നു
അയോഗ്യരായ ബലഹീനരായ ഞങ്ങളെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പന്ത്രണ്ട് വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ ഈശോയെ കണ്ടപ്പോൾ, ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ആ സ്ത്രീയുടെ വിശ്വാസം അത്രമേൽ വളരെ വലുതായിരുന്നു. ഈശോയെ, ഞങ്ങളും പൂർണ്ണ വിശ്വാസത്തോടു കൂടെ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഞങ്ങൾ രോഗികളാണ്, നീ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, നിന്റെ വസ്ത്രത്തിന്മേലൊന്ന് തൊട്ടാൽ മതി, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും ഈശോയെ എന്ന വിശ്വാസത്തോടെ ഞങ്ങളായിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഈശോയെ നമുക്ക് നോക്കാം. നമ്മെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഈശോ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ആത്മാർത്ഥതയോടെ ഈശോയെ നമുക്ക് നോക്കാം. ഈശോയെ, നീ തൊടണമേ, നീ സ്പർശിക്കണമേ ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഒന്ന് തൊട്ടാൽ മതി, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശോയെ, നീ സ്പർശിക്കണമേ, തൊടണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമം ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എന്റെ വേദനകൾ സൗഖ്യമാക്കണേ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. Ramesh